ബജ്രംഗി ഭായ്ജാൻ ഫെയിം ഹർഷാലി മൽഹോത്ര ഇപ്പോൾ ബാലയുടെ അഖണ്ഡ 2 സിനിമയിലേക്ക് ജോയിൻ ചെയ്തിട്ടുണ്ട്. പവൻ കല്യാണിൻ്റെ ഹരഹര വീരമല്ലു എന്ന സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ വന്നിട്ടുണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു ട്രെയിലറായിട്ട് തന്നെയാണ് തോന്നിയത്. ഇപ്പോൾ തെലുങ്ക് സിനിമകളിൽ സ്ഥിരം വില്ലനായ ബോബി ഡിയോൾ തന്നെയാണ് ഈ ഒരു സിനിമയിലും വില്ലനായിട്ട് എത്തുന്നത്. തെലുങ്ക്, ഹിന്ദി, കന്നഡ, തമിഴ്, മലയാളം എന്നീ ഭാഷകളിലെ സിനിമ ജൂലൈ 24-ന് റിലീസ് ചെയ്യും. ആട് 3 സിനിമയുടെ അടുത്ത ഷെഡ്യൂൾ ജൂലൈ 10-ന് പാലക്കാട് വെച്ച് നടക്കും. ഈ വർഷം ക്രിസ്മസ് റിലീസായിട്ട് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തും. രൺബീർ കപൂർ രാമനായി, യശ് രാവണനായിട്ട് അഭിനയിക്കുന്ന രാമായണ സിനിമയുടെ ഒഫീഷ്യൽ ഗ്ലിംസ് വീഡിയോ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. നിതീഷ് തിവാരിയാണ് ഈ ഒരു സിനിമ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. എന്തായാലും സിനിമയുടെ ഗ്ലിംസ് വീഡിയോ നിരാശപ്പെടുത്തിയില്ല. നല്ല വിഷ്വൽസും ഹാൻസ് സിമർ AR റഹ്മാൻ കോമ്പോയിൽ വരുന്ന ആ ഒരു മ്യൂസിക്കൽ ട്രീറ്റ് എല്ലാം കിടുവായിട്ട് വന്നിട്ടുണ്ട്. 2 ഭാഗങ്ങളിൽ ഒരുങ്ങുന്ന രാമായണ സിനിമയുടെ പാർട്ട് 1 2026 ദീപാവലി റിലീസായിട്ടാണ് എത്താൻ പോകുന്നത്. അതുപോലെ IMAX റിലീസും കൺഫേം ആയിട്ടുണ്ട്. ആദ്യ ഭാഗത്തിൽ യഷിൻ്റെ രാവണൻ ക്യാമിയോ റോളിലാണ് എത്തുന്നത്. 2ാം ഭാഗത്തിലായിരിക്കും രാവണന് കൂടുതൽ സ്ക്രീൻ ടൈം ഉണ്ടാവുക. സിനിമയിൽ സീതയായിട്ട് എത്തുന്നത് സായി പല്ലവിയാണ്. അതുപോലെ ഹനുമാൻ്റെ റോള് കൈകാര്യം ചെയ്യുന്നത് സണ്ണി ഡിയോളാണ്. ലക്ഷ്മണനായിട്ട് സിനിമയിൽ അഭിനയിക്കുന്നത് രവി ഡുബെയാണ്. കൂലി സിനിമയുടെ ഭാഗത്തുനിന്ന് കാത്തിരുന്ന അപ്ഡേറ്റ് എത്തിയിരിക്കുകയാണ്. അമീർ ഖാൻ്റെ ക്യാരക്ടർ പോസ്റ്റർ ഇപ്പോൾ സിനിമയുടെ ടീം റിലീസ് ചെയ്തിട്ടുണ്ട്. സ്മോക്ക് ചെയ്തുകൊണ്ട് ഒരു കിടിലൻ ലുക്കിലാണ് അമീർ ഖാനെ ഈ ഒരു പോസ്റ്ററിൽ കാണുന്നത്. അമീർ ഖാൻ കൂലി സിനിമയിൽ ഒരു ക്യാമിയോ റോളാണ് ചെയ്യുന്നത്. വിക്രം സിനിമയിൽ റോളക്സ് വന്നതുപോലുള്ളൊരു അടാർ ഐറ്റം തന്നെ ആയിരിക്കാം അമീർ ഖാൻ കൂലി സിനിമയിലും ചെയ്യുന്നത്. എന്തായാലും ഓഗസ്റ്റ് 14-ന് സിനിമ കാണാനായിട്ട് കട്ട വെയിറ്റിംഗ് തന്നെയാണ്. കേരളത്തിൽ പലയിടത്തും സിനിമയുടെ ഫാൻ ഷോ ബുക്കിംഗ് നടക്കുന്നുണ്ട്. 1130 സീറ്റുകളുള്ള കവിത തിയേറ്ററിലൊക്കെ ഫാൻ ഷോ ടിക്കറ്റുകൾ ഫാസ്റ്റ് ഫില്ലിംഗ് ആണ്. കൂടുതൽ സിനിമകളുടെ അപ്ഡേറ്റുകളുമായി അടുത്തൊരു വീഡിയോയിൽ കാണാം.